So, in this video, we will discuss exercise 5.3. 5.3 question number 1, 2, 3 we already discussed in the previous videos. In this video, we will discuss question number 4, 5, 6 and 7. Okay? So, directly question that is question number 4. How many terms of the AP 9, 17, 25 must be taken to give a sum of 636? We have arithmetic progression. So, the first term of the AP, that is A, a common difference D, and we need to find and sum of terms in a sum okay, but terms in a sum are 636 and so 636 is actually SN but N and n so we information. So the first term of the AP is 9. The common difference is 17 minus 9, that is 8. And SN, sum of n terms is given as 636. And we know the formula, that is SN. SN is equal to n by 2 into 2A plus n minus 1 into D. Okay? So this is our formula. And we know values substitute. Sn is 636 is equal to n unknown value into 2 into 9 plus n minus 1 into the common difference. Okay, so we have similar questions already. Third question questions. So we have this last quadratic equation formula. So finally we splitting middle term use n in the value. Okay, so that is ഇവിടെ വന്നേക്കണ രണ്ട് ടേംസ് നോക്കുക, that is 2 into 9 and n minus 1 into 8. ഇതിൽ 2 കോമൺ ആണ്, സോ 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം, എന്നിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. that is 636 is equal to 2 common. so 2 ഫസ്റ്റ് ടേമിൽ നിന്ന് പോകുമ്പോൾ ബാലൻസ് 9 പ്ലസ് n minus 1 into 8 നിന്ന് നമ്മൾ 2 കോമൺ എടുക്കുമ്പോൾ ബാലൻസ് ഇസ് 4. So 636 is equal to n into 9 plus first bracket open here, that is 4 into n minus 4. 4n minus 4. Ini 9 minus 4 namukku cheyan pattum, that is 5. 636 is equal to n into 5 plus 4n. Alright. Ini n into 5 plus n into 4n. 636 is equal to 5n plus 4n square. Therefore, our equation is 4n square plus 5n minus 636 equal to 0. Okay, so this is the final equation. Now, we will n in the value by using splitting method. So, this is the product is 636 into 4. And the sum is 5. So, korchu aalochichittu aa rendu numbers kandupidikkanam. So, allengi namukku cheyan pattavunnu endanu vechal using formula, that is minus b plus or minus root of b square minus 4ac by 2a. ആ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നും വരില്ല, പക്ഷെ കൂടുതൽ സ്റ്റെപ്സ് ഇൻവോൾവ് ആവും. അതായത് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, പക്ഷെ കറക്റ്റ് ആൻസർ കിട്ടും. So ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ രണ്ട് വാല്യൂസ് നമ്പേഴ്സ് കണ്ടുപിടിച്ചത് ഇസ് 53 ആൻഡ് മൈനസ് 48. സോ സം നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 5 ആണ്. നോക്കാം, സം ഇസ് 5 വന്നിട്ടുണ്ട്. സോ 5 ഡിഫറൻസ് ഉള്ള രണ്ട് നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ അതിൽ നിന്ന് മനസ്സിലാവും. സോ രണ്ട് നമ്പേഴ്സ് കുറച്ച് ആലോചിച്ച് കണ്ടുപിടിക്കാം. സോ ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ദാറ്റ് ഇസ് 4n സ്ക്വയർ പ്ലസ് 53n minus 48n minus 636 equal to 0. So splitting middle term നമ്മൾ questions ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് ഇസ് ഫസ്റ്റ് രണ്ട് ടേംസിൽ നിന്ന് കോമൺ എടുക്കുക, സെക്കൻഡ് രണ്ട് ടേംസിൽ നിന്ന് കോമൺ എടുക്കുക. സോ ഫസ്റ്റ് ടേമിൽ n ആണ് കോമൺ വരിക, ദാറ്റ് ഈസ് 4n പ്ലസ് 53 ബാലൻസ് മൈനസ് ഈ രണ്ട് ടേംസിൽ 12 ആണ് കോമൺ. സോ ബാലൻസ് ഇസ് മൈനസ് 12 പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ബാലൻസ് ഇസ് 4n പ്ലസ് 53.
3. സോ നെഗറ്റീവിന് പുറത്തെടുത്താൽ മാത്രമാണ് നമുക്ക് അകത്ത് സെയിം വരുള്ളൂ. 4n + 53 ആണ് ഇവിടെ കിടക്കുന്നത്. സോ ഇവിടെയും നമുക്ക് അതാണ് കിട്ടേണ്ടത്. സോ നെഗറ്റീവ് സൈൻ പുറത്തെടുത്താൽ നമുക്ക് അകത്ത് എന്തായി മാറും? പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, സോ ഇനി ഈ രണ്ട് ടേംസിനെ നോക്കാം. ഈ രണ്ട് ടേംസിൽ 4n + 53 കോമൺ ആണ്. സോ ഫസ്റ്റ് ടേമിൽ ബാലൻസ് എന്താ വരിക? n. സെക്കൻഡ് ടേമിൽ 12ഉം ബാലൻസ് വരും. സോ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. സോ ഇത് 0 ആയി മാറണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ദിസ് ടേം മസ്റ്റ് ബി 0 or else this one must be 0. That is 4n + 53. Either this must be 0 or n - 12 must be 0. ഓക്കെ, സോ ഇതിന് നമുക്ക് കിട്ടുന്നത് n is equal to -53/4. ദാറ്റ് ഇസ് എ ഫ്രാക്ഷൻ. സോ ഒരിക്കലും n-ന്റെ വാല്യൂ ഒരു ഫ്രാക്ഷൻ ആവില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുക n is equal to 12 എന്നാണ്. സോ ഇതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഇസ് n is 12. 12 ടേംസിൻ്റെ സമ്മാണ് 636 എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ സ്പ്ലിറ്റിംഗ് വീഡ് ടേം ഒക്കെ കുറച്ച് പ്രാക്ടീസിലൂടെയാണ് കിട്ടുള്ളൂ. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് രണ്ട് നമ്പേഴ്സൊക്കെ കിട്ടും. സോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്ത് നോക്കാം. So fifth question നോക്കാം. That is the first term of the AP is 5. The last term is 45. And the sum is 400. Find n and d. So നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ a is equal to 5 and last term ആണ് തന്നിട്ടുള്ളത്. Last term is 45 and the sum is 400. So നമുക്കിവിടെ ലാസ്റ്റ് ടേം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം സം ഓഫ് ലാസ്റ്റ് ടേം തന്നിട്ടുള്ള കേസസിലുള്ളത് സെക്കൻഡ് ഇക്വേഷൻ ആണ് മിക്കപ്പോഴും യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് സം ഓഫ് n ടേം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു a + l. സോ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് ആവശ്യം വരിക. സോ ഇതിൽ നമുക്ക് എന്തറിയാം? a അറിയാം, ലാസ്റ്റ് ടേം അറിയാം ആൻഡ് ഇത്രയത്തിൻ്റെ സം എന്താണെന്നും അറിയാം. അതിൽ നിന്ന് n ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ Sn എത്ര ടേംസിൻ്റെ സം ആണെന്നറിയില്ല, പക്ഷെ സം 400 ആണെന്നറിയാം. ഇസ് ഈക്വൽ ടു n അറിയില്ല, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ദ ലാസ്റ്റ് ടേം. ഓക്കെ, സോ 400 ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 45 + 5 is 50. 25 ക്യാൻസൽ ചെയ്യാൻ പറ്റും, 2 ഉം 15. Therefore n is equal to 400 divided by 25. That is equal to 16. So അത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. ദെൻ വി നീഡ് ടു ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്, ദാറ്റ് ഇസ് ഡി എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, നമുക്കിവിടെ n കിട്ടിക്കഴിഞ്ഞ്, അതായത് ലാസ്റ്റ് ടേം വരെ ഉള്ളതിൻ്റെ ലാസ്റ്റ് ടേം 16 ആണ് ലാസ്റ്റ് ടേം എന്നാണ് ആക്ച്വലി നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് അല്ലേ. l is equal to ആണ് കിട്ടുക. സോറി, l is 45. ലാസ്റ്റ് ടേം 45 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആ ലാസ്റ്റ് ടേം എത്രാമത്തെ ടേം ആണെന്നുള്ളതാണ് നമുക്ക് ഫൈനലി n ആയിട്ട് കിട്ടിയത്. അതായത് ആ ലാസ്റ്റ് ടേം അഥവാ 45 എന്ന് പറയുന്നത് 16th ടേം ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ an 45 ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. ദാറ്റ് ഇസ് nth ടേം ഇസ് 45 ആൻഡ് 45 എന്ന് പറയുന്നത് 16th ടേം ആണ് ആൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി AP. സോ an is equal to a plus n minus 1 into d. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് a16 ആണ്. a16 is equal to a plus 15d. a16 45 ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഫസ്റ്റ് ടേം ഓഫ് ദി AP അറിയാം, പ്ലസ് 15 കോമൺ ഡിഫറൻസ് അറിയില്ല. 45 minus 16 is first term of the AP is 5. Now 45 minus 5 is 40 is equal to 15d. Therefore d is equal to 40 by 15, that is equal to 8/3. അതാണ് കോമൺ ഡിഫറൻസ്. സോ ഫസ്റ്റ് ടേം ഓഫ് ദി നമ്മൾ എന്നും അതേപോലെ തന്നെ കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, സോ സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇസ് 17 and 350 റെസ്പെക്റ്റീവ്ലി. ഇഫ് കോമൺ ഡിഫറൻസ് ഇസ് 9, ഫൈൻഡ് n ആൻഡ് their sum. നമുക്ക് കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ളത് ദ ഫസ്റ്റ് ടേം ഓഫ് ദ AP ഇസ് 17.
The last term of the AP is 350. The common difference is given as 9. We need to find n and also Sn. Okay? So ലാസ്റ്റ് ടേം എന്താണെന്ന് അറിയാം, പക്ഷെ അത് എത്രാമത്തെ ടേം ആണെന്ന് അറിയില്ല. സോ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സെയിം ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ് an is equal to a plus n minus 1 into d. സോ an 350 ആയിട്ട് എടുക്കുക. 350 എത്രാമത്തെ ടേം ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം അറിയാം, n അറിയില്ല, എത്രാമത്തെ ടേം ആണെന്ന് അറിയില്ല, പക്ഷേ കോമൺ ഡിഫറൻസ് അറിയാം. 350 മൈനസ് ഇതിവിടെ നിൽക്കും, -17. That is 333 is equal to n minus 1 into 9. So ഇവിടെ multiplication turns to division. 333 divided by 9 is 37. 37 is equal to n minus 1. Therefore n is equal to 37 plus 1, that is 38. അതായത് 38 ആണ് ഈ ലാസ്റ്റ് ടേം. 38 ടേംസ് ആണ് ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമുക്കുള്ളത്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഈ 38 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. S33 സം ഓഫ് 38 ടേം ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം ഓൾറെഡി നോൺ ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് n/2 ഇൻറ്റു a പ്ലസ് l. ഇത് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 38, n is 38, 38 by 2 is 19. 19 into first term is 17 plus last term is 350. Now 350 plus 17 is 367. 367. And അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 6973. That is the sum of the 38 terms. So അതാണ് 6th question. സോ നമ്മൾ ഓൾറെഡി 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലായിരിക്കും. 17th ക്വസ്റ്റ്യൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ 3 ക്വസ്റ്റ്യൻസും ഫുള്ളി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.